യുഎസൊക്കെ പോയിട്ട് വന്നു, ഹാപ്പിയായി വന്ന് നോക്കുമ്പോൾ അപ്പം എനിക്ക് ഷോക്കായി പോയി. എന്താ സംഭവിച്ചാൽ ബേബി ജനിച്ചിരുന്നു. അങ്ങനെ ഹാപ്പി എൻഡിങ് സന്തോഷത്തിൽ എന്നെ കണ്ട് ഇപ്പം എനിക്ക് ഷോക്കായി പോയി. ഇനി ഇവരെ പുറകിലിരുന്ന ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. ആ പെൺകുട്ടി കരഞ്ഞു. അങ്ങനെ കൊണ്ട് എൻ്റെ ന്യൂറോ ഒന്നില്ല. നമ്മളെ കൊച്ചോട് കുട്ടിക്ക് വയസ്സായിരുന്നു, 6 വയസ്സായിരുന്നു, ആൺകുട്ടിയാണ്. ഡാഡി എനിക്ക് ബ്രദർ സിസ്റ്റർ വേണ്ടടി. എന്നാ അതെ ഡാഡി. മമ്മി സിസ്റ്റർ വേണം. ഇവനൊരു കാര്യം കൂടെ മമ്മി വന്നു. പറഞ്ഞു കേട്ടു. ആറം പറയാം, വീട്ടിലേക്ക് പോവാം. ഗ്രാൻഡ്മ എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടോ? വരാം ഗ്രാൻഡ്മ, ഞാൻ വീട്ടിലേക്ക് പോയിട്ട് വരാം. ആറാമിൻ്റെ കൊച്ച് ഗ്രാൻഡ്മേൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ആഴം എന്താ ചെയ്യുന്നു? ഒന്നുമില്ല, അടുത്ത ബ്രേവിക്ക് ട്രൈ ചെയ്യാം. ചെയ്യാൻ തുടങ്ങി. അങ്ങനെയായി നടന്നു. കുറച്ച് നേരം ശേഷം പ്രഗ്നൻ്റായി. കൺഗ്രാറ്റ്സ് ആയി. അങ്ങനെ നന്നായിട്ട് നോക്കാൻ തുടങ്ങി. ബേബീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ബേബി ജനിച്ചു. ഗേൾ ബേബിയാണ്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം ഒരു വർഷം കഴിഞ്ഞ് ബേബി വളർന്നു വലുതായി. ബേബീനെ നന്നായിട്ട് നോക്കാൻ തുടങ്ങി. ഫ്രണ്ട്സ് പറയാം, എടാ എൻ്റെ ബേബിയാണ്, ക്യൂട്ടായിട്ടുണ്ട്. ആറാമിന് എനിക്ക് ക്യൂട്ട്. അങ്ങനെ 2 കൊല്ലത്തിന് ശേഷം കുട്ടികൾ വളർന്നു. 2 പേർ സ്കൂൾ പോകാൻ തുടങ്ങി. ആറാം ഫ്രണ്ട്സ് പറയും, എടാ നിൻ്റെ കുട്ടികൾ 2 കുട്ടികൾ നല്ല ടോപ്പറാണ്, പഠിക്കുന്നതിൽ 2 കുട്ടികൾ. എന്ത് ചെയ്യുന്നു ബേബി? ഒന്ന് ഞങ്ങൾക്ക് സ്കൂൾ പഠിക്കുകയാണ്. അങ്ങനെ കൊണ്ട് അവർ ഹാപ്പി എൻഡിങ്, സന്തോഷത്തിൽ അവർ നന്നായിട്ട് നോക്കുന്നു. ഹാപ്പി എൻഡിങ്. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എനിക്കറിയില്ല, നല്ല സൂപ്പർ സ്റ്റോറിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. നെയിം അവിടെ താഴെ ഉണ്ടാകും. ഞാൻ